ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സിൻ്റെ വീഡിയോസാണ്. നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന കുറേ അധികം ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് ഇതുപോലെ നമ്മൾ ഉപ്പൊക്കെ നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് വെക്കാറുണ്ടല്ലോ കിച്ചണിൽ. അപ്പോൾ നമ്മളത് എടുത്ത് കറിയിലൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതിലേക്ക് വെള്ളമൊക്കെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ തവിയൊക്കെ എടുത്തിട്ട് തിരിച്ചതിലേക്ക് വെക്കുമ്പോഴേക്കും ചെറിയ വെള്ളത്തിൻ്റെ ചെറിയ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉപ്പിങ്ങനെ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അങ്ങനെ ഉപ്പ് കട്ട പിടിച്ച് പോകാതിരിക്കാനായിട്ട് ഞാൻ ഒരു ചിരട്ടയുടെ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഒട്ടും തന്നെ കട്ട പിടിക്കത്തില്ല, നല്ലതുപോലെ തന്നെ തരിയായിട്ട് തന്നെ ഇരുന്നോളുവേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലൊരു സവാളയുടെ പീസ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കണം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്രാമ്പൂ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കിച്ചൺ സിങ്കിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെയുള്ള പാറ്റായും പല്ലിയും ഒക്കെ കയറി നമ്മുടെ കിച്ചൺ ആകെപ്പാട് വൃത്തികേടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷനാണ് ഇത്. രാത്രി സമയത്ത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം നന്നായിട്ട് തന്നെ കുറച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് അടുത്ത ടിപ്പ് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ കൊതുക് തിരിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഈ ഒരു മഴ സമയത്ത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നൊരു സംഭവമായിരിക്കുമല്ലോ ഈ ഒരു കൊതുക് തിരി. പക്ഷെ നമുക്ക് അലർജിയൊക്കെ ഉള്ള മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ബുദ്ധിമുട്ടാകും. അപ്പോൾ അത് ഡയറക്റ്റ് കത്തിച്ച് വെക്കാതെ നമുക്ക് കൊതുകിനെയും ഈച്ചയൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നൊരു അടിപൊളി ടിപ്പാണിത്. അതിനായിട്ട് ഞാൻ കൊതുക് തിരിയുടെ തിരി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുന്നത്. ഇതെല്ലാം നമ്മൾ വേറെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ നീട്ടിയെടുത്തിട്ട് തിരിയിട്ട് നമുക്കിതങ്ങനെ കത്തിച്ച് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൊതുകിൻ്റെയും ഈച്ചയുടെയും ശല്യമൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇത് നമുക്ക് നല്ല രീതിയിൽ ഈച്ചയും കൊതുകും ഒക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇത് ഈച്ച ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാത്രിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. രാവിലെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ വന്നിട്ട് കൊതുകും ഈച്ചയൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നത്. ഇതിപ്പോൾ രാത്രി ചെയ്യുന്നതായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആകുന്നത്. അതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് രാവിലെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഈച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുമൊക്കെ മാറ്റാനായിട്ട് നമ്മൾക്ക് എവിടെയൊക്കെയാണോ ഈച്ചശല്യം കൂടുതലായിട്ടുള്ളത് അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയത് ഇങ്ങനെ വെച്ച് കൊടുത്താലും നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഈച്ചയും കൊതുകും ഒക്കെ ചത്ത് വീഴുന്നതായിട്ട് കാണാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കിട്ടുക. നമുക്ക് ഇതുപോലെ കൊതുക് തിരിയൊന്നും കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് ഇങ്ങനെ ബ്ലോക്ക് ആകാതിരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണിത്. ഇതിപ്പോൾ നമുക്ക് ഒന്നരാടമോ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സിങ്ക് ഒട്ടും തന്നെ ബ്ലോക്ക് ആവില്ല. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2-3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും വിനാഗിരിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് നമ്മുടെ ആ ഒരു കിച്ചൺ സിങ്കിലെ കുഴലിലൂടെ ഇറങ്ങി നന്നായിട്ട് തന്നെ അവിടെ തങ്ങി നിൽക്കുന്ന ആ ഒരു നെയ്യും അഴുക്കും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിക്കോളുവേ. അപ്പോൾ നമ്മളിതിൽ മീൻ ഇറച്ചിയൊക്കെ കഴുകി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് നമുക്കിത് ബ്ലോക്കായി പോകുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മെൽറ്റായി പോകും. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ബ്ലോക്ക് ആകാതെ അതിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും. ശേഷം നമുക്ക് നല്ല ഫ്ലോയിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ആ ഒരു അഴുക്ക് പോകുന്ന രീതിയിൽ നല്ല ഫ്ലോയിൽ തന്നെ പൈപ്പ് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിങ്ക് നമുക്കിങ്ങനെ ബ്ലോക്ക് ആകുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നത്തിരാടോ ഈ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലും ഒക്കെ ഒഴിവായി കിട്ടും.
ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ മക്കൾ ഡെയിലി സ്കൂളിൽ കൊണ്ടുപോകുന്ന കുപ്പിയാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ഫീഡിംഗ് ബോട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് പിന്നെ പാലോ വെള്ളമൊക്കെ കുടിക്കുന്ന ടൈമിൽ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 2 ദിവസം ആകുമ്പോഴേക്കും ഇതിനുള്ളിൽ നല്ല രീതിയിൽ വഴുവഴുക്കലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഈ ഒരു ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടിയുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പകരം കല്ലുപ്പാണെന്നുണ്ടെങ്കിലാണ് കൂടുതലായിട്ടും എഫക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ പൊടിയുപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കൈകൊണ്ട് ഉരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗമാണ്, നല്ലതുപോലെ തന്നെ ഉരച്ച് ഇതിൽ ആ ഒരു അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ പോകുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ സ്റ്റീൽ കുപ്പി എന്നല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമുക്കിങ്ങനെ ലിക്വിഡോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത് ഉപ്പാകുമ്പോഴേക്കും പ്രത്യേകിച്ച് അതിലിങ്ങനെ ടേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ലല്ലോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ടും പറ്റും. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കവറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാവേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗകര്യം അതുപോലെ ചെയ്തെടുക്കുക. സ്കൂൾ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലൊക്കെ ഈ രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ചെറിയ ബോട്ടിലേക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൂട് വെള്ളമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിപ്പോൾ നമ്മുടെ ഫീഡിംഗ് ബോട്ടിലല്ല, വാട്ടർ ബോട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഉപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടച്ച് വെക്കുക. കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഫീഡിംഗ് ബോട്ടിലൊക്കെ കിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് ബോട്ടിൽ എന്തായാലും നമ്മൾ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാതെ നല്ല നീറ്റായിട്ട് തന്നെ വെക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ വാട്ടർ ബോട്ടിലും ഈ ഒരു രീതിയിൽ തന്നെ നീറ്റാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.